ഹലോ ഓൾ, വെൽക്കം ടു കഥാർട്ടിക് കൗച്ച്. ഈ ചാനലിൽ നിങ്ങൾക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും ലഭിക്കുക. ഇന്ന് നമ്മൾ REBT എന്ന് പറയുന്ന റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്ന തെറപ്പിയെ പറ്റിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു തെറപ്പി പറ്റിയാണ്. ഓക്കെ, REBT അഥവാ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്ന ആൽബർട്ട് എല്ലിസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് കൊണ്ടുവന്ന ഒരു തെറപ്പിയാണ് REBT അഥവാ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറപ്പി. ആ ഒരു തെറപ്പിയെ പറ്റിയും അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ. നമുക്ക് തെറപ്പി ആദ്യം തന്നെ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ 1913 പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ആൽബർട്ട് എല്ലിസ് ജനിച്ചത്. അദ്ദേഹം 3 കുട്ടികളിൽ ഏറ്റവും മൂത്ത ഒരാളായിരുന്നു. മാത്രമല്ല ഒരുപാട് കൊച്ചിലെ കുട്ടിക്കാലത്ത് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞിലെ മാത്രമല്ല ആൽബർട്ട് എല്ലിസിൻ്റെ പാരൻസ് ഭയങ്കര നെഗ്ലെക്റ്റ്ഫുൾ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞിലേ തന്നെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡായിട്ടാണ് ആൽബർട്ട് എല്ലിസ് വളർന്നു വന്നത്. ഓക്കെ, സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ തിയറിയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഒരു അഡോൾസൻ്റ് ആകുന്ന ഒരു ടൈമിൽ ആൽബർട്ട് എല്ലിസിന് ഭയങ്കര ഒരു ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു, ഒരു ഇൻട്രോവേർട്ടഡ് ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരാളോട് പോയി സംസാരിക്കാനും ഒരു ഗ്രൂപ്പിൽ സംസാരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന്. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്, അദ്ദേഹം എന്താ പറയുക, ഒരു തീരുമാനം എടുത്തു. ലൈക്ക് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയോടെങ്കിലും എല്ലാ ദിവസവും, ഒരു സ്ട്രേഞ്ചറിനോടെങ്കിലും എല്ലാ ദിവസവും സംസാരിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡനിൽ പോയി എല്ലാ ദിവസവും ഏതെങ്കിലും ഒരാളോട് ജസ്റ്റ് സംസാരിക്കുക എന്നുള്ളൊരു സംഭവം ചെയ്തു. അങ്ങനെ ആഫ്റ്റർ ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കുറച്ചും കൂടെ എന്താ പറയുക, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഭയവും ആ ഒരു ഫിയർ ഓഫ് ഷെയിം ഓർ എംബാരസ്മെൻറ്റ് അതെല്ലാം തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം REBT എന്ന് പറയുന്ന ഒരു തെറപ്പി നമുക്ക് ഫോർമുലേറ്റ് ചെയ്തത്. അദ്ദേഹം 1947 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD പാസ്സായി. അതിനുശേഷം അത് തൊട്ട് 1947 തൊട്ട് 1953 വരെ അദ്ദേഹം സൈക്കോ അനാലിസിസ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത് പേഷ്യൻസിൽ. പക്ഷെ അദ്ദേഹം ഒരുപാട് സൈക്കോ അനാലിസിസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ പേഷ്യൻസിന് സിംറ്റം ഫ്രീ ആകാൻ കഴിയുന്നില്ല. ലൈക്ക് അവർക്ക് കഥാർസിസ് വരുന്നുണ്ടാവാം, ഇൻസൈറ്റ് ഉണ്ടാവും, പക്ഷെ അതിൽ നിന്നൊരു സിംറ്റം റിഡക്ഷൻ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ആൽബർട്ട് എല്ലിസ് തന്നെ അദ്ദേഹത്തിന് ഫിലോസഫിയോടും ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. സോ അദ്ദേഹം ഫിലോസഫി ആൻഡ് സൈക്കോളജി രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കോഗ്നിഷന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു തെറപ്പി അല്ലെങ്കിൽ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം 1956 APAയുടെ ആനുവൽ കൺവെൻഷനിലാണ് ഫസ്റ്റ് പേപ്പർ ഓൺ റാഷണൽ തെറപ്പി. ആ സമയത്ത് റാഷണൽ തെറപ്പി എന്നായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. പിന്നീട് അതിനുശേഷം ആ ഒരു പേര് മാറ്റി റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറപ്പി എന്ന് മാറ്റിയതാണ്. ഓക്കെ, ഇനി ഈ ഒരു തിയറി ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിനു മുന്നേ ഞാൻ പറഞ്ഞ പോലെ എല്ലിസിന് ഫിലോസഫിയോട് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു. വളരെ കുട്ടിക്കാലത്തെ തന്നെ ഫിലോസഫിയോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആൽബർട്ട് എല്ലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആൽബർട്ട് എല്ലിസിന് ഫിലോസഫിയോട് വളരെ കുട്ടിക്കാലം മുതലേ ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. സോ ആ ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ്സ് അദ്ദേഹത്തിൻ്റെ തെറപ്പിയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഫിലോസഫർ ആയിരുന്നു എപ്പിക്റ്റസ് എന്ന് പറയുന്ന ഫിലോസഫർ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യമുണ്ട്, പീപ്പിൾ ആർ ഡിസ്റ്റർബ്ഡ് നോട്ട് ബൈ തിങ്സ് ബട്ട് ബൈ ദ വ്യൂ ഓഫ് തിങ്സ്. അപ്പം ഈ ഒരു ഇത് നമുക്ക് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറപ്പിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യത്തെ വെച്ചിട്ടല്ല, ആ കാര്യത്തെ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് മാറുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്താ പറയുക REBTയുടെ ഒരു എന്താ പറയുക REBTയുടെ ആ ഒരു തിയറി പോകുന്നത് തന്നെ.
സോ ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ്സ് മെയിൻലി മൂന്ന് ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ്സ് ആണ് ഈ ഒരു തെറപ്പിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റെസ്പോൺസിബിൾ ഹെഡോണിസം, ഹ്യൂമനിസം ആൻഡ് റാഷണാലിറ്റി. റെസ്പോൺസിബിൾ ഹെഡോണിസം എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡോണിസം എന്ന് പറയുന്നത് എന്താണ്? സീക്ക് പ്ലെഷർ ആൻഡ് അവോയ്ഡ് പെയിൻ. അതാണ് ഹെഡോണിസം എന്ന് പറയുന്നത്. പ്ലെഷർ സീക്ക് ചെയ്യുക, പെയിൻ അവോയ്ഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ അത് ഫുള്ളി അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ, ചില കാര്യത്തിൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അതിൽ അത്ര നന്നായിട്ട് വരാൻ സാധ്യതയില്ല, അല്ലേ? സോ ഇവിടെ വരുന്നത് അക്കോർഡിംഗ് ടു എലിസ്, ജസ്റ്റ് ഹെഡോണിസം പോരാ, റെസ്പോൺസിബിൾ ഹെഡോണിസം വേണം. റെസ്പോൺസിബിൾ ഹെഡോണിസം എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലഷറിന് വേണ്ടി, ലോങ് ടേം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഷോർട്ട് ടേം ആയിട്ടുള്ള ഹാപ്പിനെസ്സിനെ തൽക്കാലം നമ്മൾ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഷോർട്ട് ടേം ഹാപ്പിനെസ് എന്ന് പറയുമ്പം ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ് ചിലപ്പോൾ തരുമായിരിക്കും. പക്ഷെ ഒരു ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു നല്ല കാര്യമായി കൊള്ളണം എന്നില്ല, അല്ലേ? സോ ഈ ഒരു എന്താ പറയുക, ആ ഒരു റെസ്പോൺസിബിൾ ഹെഡോണിസം എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ് എല്ലിസിനെ സംബന്ധിച്ചും. രണ്ടാമത്തത് ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറയുന്നത് ഹ്യൂമൻസിനെ, ഈ ഒരു വ്യൂ പോയിന്റ്സ് വെച്ച് ഹ്യൂമനെ കാണുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ കാണുന്നത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള, ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ടാണ്. വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ആൻഡ് അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് ദേ ആർ അലൈവ്. സോ അവർ അലൈവ് ആയതുകൊണ്ട് തന്നെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പം അതാണ് ഹ്യൂമനിസം പറയുന്നത്. അപ്പം ഇവിടെ ആൽബർട്ട് എല്ലിസ് കുറച്ചും കൂടെ എന്താ പറയുക, ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഡയറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഹ്യൂമൻ ഇൻട്രസ്റ്റിന് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഡയറ്റ് എന്ന് പറയുമ്പം റിലീജിയനെ പറ്റിയിട്ടല്ല പറയുന്നത്, റിലീജിയോസിറ്റീനെ പറ്റിയിട്ടാണ്. ആ ഒരു മതവികാരം എന്ന് പറയുന്നതാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഇൻട്രസ്റ്റിന് കൊടുക്കുക എന്നാണ് ആൽബർട്ട് എല്ലിസ് പറയുന്നത്. ഓക്കെ, ഇവിടെ അദ്ദേഹം അൺകണ്ടീഷണൽ സെൽഫ് അക്സെപ്റ്റൻസിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. ഇത് കോൾ റോജേഴ്സിൻ്റെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡുമായിട്ട് സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. അൺകണ്ടീഷണൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക സ്വയം, അതാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ്. മൂന്നാമത്തേതെന്ന് വെച്ചാൽ റാഷണാലിറ്റി. റാഷണാലിറ്റി എന്ന് പറയുമ്പോൾ യൂസിങ് എഫിഷ്യൻറ്റ്, ഫ്ലെക്സിബിൾ ആൻഡ് ലോജിക്കൽ ആൻഡ് സയൻറ്റിഫിക് വേസ് ടു അറ്റംപ്റ്റ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ അതിനെ കൂടുതൽ ലോജിക്കായിട്ടുള്ള വേയിൽ, കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഏത് രീതിയാണ്, കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ആലോചിക്കുക, സയൻറ്റിഫിക് ആയിട്ട് ആലോചിക്കുക, അങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂന്ന് ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ്സ് നമ്മുടെ ഈ ഒരു തെറപ്പിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലിസ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരാളുടെ അടുത്ത് സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ആ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ സെഷനിൽ തന്നെ ഈ ഒരു ഫിലോസഫി അവരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലിസ് പറയുന്നത്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം, അക്കോർഡിംഗ് ടു REBT എല്ലിസ് പറയുന്നതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് നമ്മൾ ഒരു പെത്തോളജി വരുമ്പോൾ, ഒരു മെൻ്റൽ ഇൽനെസ് വരുമ്പോൾ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് നേച്ചർ വേഴ്സസ് നേച്ചർ എന്ന് പറയുന്നത്, അല്ലേ? ജനറ്റിക് ഡിസ്പോസിഷൻ ഉണ്ടാകാം, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ടാകാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു വ്യക്തിനെ വൾണറബിൾ ആക്കുന്നത്, അക്കോർഡിംഗ് ടു എല്ലിസ്. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു വൾണറബിലിറ്റിയിൽ ഒരുപാട് ഫാക്ടേഴ്സ് എല്ലിസ് പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മസ്റ്റർബേഷൻ എന്ന് പറയും. മസ്റ്റർബേഷനാണ് MUST. അപ്പം MUST എന്ന് പറയുന്നത് എന്താണ്? മസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് മസ്റ്റുകളും ഷുഡുകളും ഓട്ടുകളും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ, ഐ മസ്റ്റ് ഡു ദിസ്, ഐ മസ്റ്റ് സ്കോർ ദിസ് മച്ച് മാർക്സ്, അതർവൈസ് ഐ എം എ വെരി സ്റ്റുപ്പിഡ് പേഴ്സൺ. സോ മസ്റ്റുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. മസ്റ്റുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ വൾണറബിൾ ആയിരിക്കും, ഒരു പെത്തോളജിയിലേക്ക് പോകാൻ വൾണറബിൾ ആയിരിക്കും എന്നാണ് എല്ലിസ് പറയുന്നത്, ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് കുറവാണ്. എന്ന് വെച്ചാൽ
ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദിസ് ഓർ ഐ കാൺട്ട് സ്റ്റാൻഡ് ദിസ്. അതുകൊണ്ട് തന്നെ അതെന്നെ ഒരുപാട് ആൻഷ്യസ് ആക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് അതെന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളത്. എനിക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അതാണ് ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ആൻസൈറ്റി. ആൻസൈറ്റി തന്നെ 2 ആൻസൈറ്റി ഉണ്ട്, ഡിസ്കംഫോർട്ട് ആൻസൈറ്റി ആൻഡ് ഈഗോ ആൻസൈറ്റി. ഡിസ്കംഫോർട്ട് ആൻസൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു എൻവയോൺമെന്റ് എന്നെ ഒരുപാട് ഡിസ്കംഫോർട്ട് ആക്കുന്നുണ്ട്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആൻസൈറ്റി, അതാണ് ഡിസ്കംഫോർട്ട് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ക്ലാസ്സിലെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്, ഭയങ്കര ടോക്സിക് എൻവയോൺമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡിസ്കംഫർട്ടാണ്, അതുകൊണ്ട് ഉണ്ടാകുന്ന ആൻസൈറ്റി, അതാണ് ഡിസ്കംഫർട്ട് ആൻസൈറ്റി. ഈഗോ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെപ്പറ്റി നല്ലത് വിചാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. സോ ആരും എന്നെപ്പറ്റി നല്ലത് വിചാരിക്കില്ലെങ്കിലോ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ മോശമായിട്ട് ചെയ്ത് എല്ലാവരും എന്നെ മോശം രീതിയിൽ കണ്ടാലോ എന്നുള്ള ആ ഒരു ഈഗോനെ വ്രണപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ടുള്ള ഒരു ആൻസൈറ്റിയാണ് ഈഗോ ആൻസൈറ്റി. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിനെ വൾണറബിൾ ആക്കാനായിട്ട് സാധ്യത എന്നാണ് എല്ലിസ് പറയുന്നത്. ഓക്കെ സോ നമ്മൾ REBT എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഈ REBT എന്ന് പറയുന്ന തിയറി അതൊരു തെറപ്പിയിലോട്ട് വരുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ REBTയിലെ ഗോൾസിനെ പറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്താണ് ഈ ഒരു തെറപ്പിയിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത്? മെയിൻലി 2 ടൈപ്പ് ഓഫ് ഗോൾസ് ആണ് REBTയിലുള്ളത്. ഒന്ന് ജനറൽ ആയിട്ടുള്ള ഗോൾ, പിന്നെ അതിൻ്റെ സബ് ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, സോ ജനറൽ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് മിനിമൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വരുന്ന ആ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് അതെങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം, അത് നമുക്ക് REBTയിൽ നിന്ന് കിട്ടണം. അതുപോലെ ഡിക്രീസ് ദ സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയർ. അപ്പം സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ബിഹേവിയേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ടാവും, അത് നമ്മളെങ്ങനെ കുറയ്ക്കാം, അതാണ് രണ്ടാമത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ലീഡ്സ് ടു ദ സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ നമുക്ക് അറിയാം അല്ലേ, മാസ്ലോയുടെ ഹൈറാർക്കിയിൽ നിന്നൊക്കെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണെന്നുള്ള അറിയാം. ആ ഒരു ലെവലിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഗോൾ. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ജനറൽ ഗോൾസ്. എന്തൊക്കെയാണ്? ഇമോഷണൽ ഡിസ്റ്റർബൻസ് മിനിമൈസ് ചെയ്യുക, സെൽഫ് ഡിഫീറ്റിംഗ് ബിഹേവിയർ ഡിക്രീസ് ചെയ്യുക, സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുക ഒരു വ്യക്തി. ഓക്കെ, ഇനി ഇതുകൂടാതെ കുറച്ച് സബ് ഗോൾസ് കൂടിയുണ്ട് REBTയിൽ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് തിങ്ക് മോർ ക്ലിയർലി ആൻഡ് റാഷണലി. നല്ല കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടും റാഷണലായിട്ടും ഒന്ന് ചിന്തിക്കാനായിട്ട് ഒരാളെ കൊണ്ട് കഴിയുക. ആൻഡ് ഫീൽ മോർ അപ്രോപ്രിയേറ്റ്ലി. അപ്പം നമുക്ക് വരുന്ന ഫീലിങ്സ് എല്ലാം തന്നെ അപ്രോപ്രിയേറ്റ് ആണ്, എന്നിരുന്നാൽ പോലും ചില ഇറാഷണൽ ബിലീഫ്സ് കാരണം ഉണ്ടാകുന്ന കുറച്ച് ഇമോഷൻസ് ഉണ്ടാകും. ആ ഒരു ഇമോഷൻസിനെ മാറ്റി കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് അവിടെ കൊടുക്കാനുള്ള ഇമോഷൻസ് എന്താണ്, അതിലേക്ക് ഒരാളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഗോൾ. ഓക്കെ, ഫീൽ മോർ അപ്രോപ്രിയേറ്റ്ലി ആൻഡ് ആക്ട് മോർ എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി ഇൻ അച്ചീവിങ് ഗോൾ. അപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടും ഇഫക്റ്റീവായിട്ടും ആക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് 3 സബ് ഗോൾസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ്? ബേസിക്കലി തിങ്ക്, ഫീൽ ആൻഡ് ആക്ട്. തിങ്ക് ക്ലിയർലി ആൻഡ് എഫിഷ്യൻ്റ്ലി, ഫീൽ അപ്രോപ്രിയേറ്റ്ലി ആൻഡ് ആക്ട് ഇഫക്റ്റീവ്ലി ഇൻ അച്ചീവിങ് ഗോൾസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ ഗോൾസ് എന്ന് പറയുന്നത്. ഈ ഒരു തെറപ്പി കൊണ്ടുള്ള ഗോൾസ് അതാണ്. ഇനി ഈ ഒരു തെറപ്പിയിൽ 2 ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ്സും നടക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോഗ്നിഷൻ ആൻഡ് ഇമോഷൻസ് അസസ് ചെയ്യുക. അത് പല രീതിയിൽ നമുക്ക് അസസ് ചെയ്യാം, പല സ്കെയിൽസ് വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ MCMI ഓർ എന്താണ് ബെക്സ് ഡിപ്രഷൻ ഇൻവെൻട്രി, ഓർ വേറൊരു സ്കെയിലുണ്ട് ഫ്രസ്ട്രേഷൻ ഡിസ്കംഫർട്ട് സ്കെയിൽ. അപ്പം അതിൽ നിന്ന് നമുക്കിതൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ അതോ ഡിസ്കംഫർട്ടാണോ അവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റും ഒരു തോട്ട് പ്രോസസ്സിൽ. ഓക്കെ, സോ അങ്ങനത്തെ അസസ്മെൻറ്റ്സ് നടത്താം. അത് കൂടാതെ രണ്ടാമത്തെ അസസ്മെൻ്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ABC തിയറി ടു ഐഡൻറ്റിഫൈ ക്ലയൻറ്റ്സ് പ്രോബ്ലം എന്നുള്ളതാണ്. സോ ABC തിയറി ഞാൻ കുറച്ച് മുന്നേ പറയാൻ വിട്ടുപോയൊരു ടോപ്പിക്കാണ്. സോ ABC എന്ന് പറയുന്നത് ആണ് അക്കോർഡിംഗ് ടു എല്ലിസ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്ന ഒരു പ്രോസസ്സാണ് ABC എന്ന് പറയുന്നത്. ഓക്കെ, A എന്ന് പറയുന്നത് ആക്ടിവേറ്റിംഗ് ഇവൻറ്റ്, B എന്ന് പറയുന്നത് ബിലീഫ് ആൻഡ് C എന്ന് പറയുന്നത് കോൺസിക്വൻസ്. ഈ ആക്ടിവേറ്റിംഗ് ഇവൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിന് കാരണമായിട്ടുള്ളൊരു ഇവൻ്റ് ഉണ്ടാവും. ആ ഒരു ഇവൻ്റാണ് നമ്മുടെ ആക്ടിവേറ്റിംഗ് ഇവൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഐ ഫീൽ സോ സാഡ് ഓർ ഐ ഫീൽ സോ ഡിപ്രസ്ഡ്.
എനിക്ക് ഒരു ഡിപ്രഷൻ തോന്നുന്നതിന് റീസൺ ആയിട്ടുള്ള ഒരു ഇവൻ്റ് അവിടെ വന്നു കാണും. മേ ബി ഐ സ്കോർഡ് ലോ ഓൺ മൈ മാത്സ് എക്സാം. സോ അതാണ് എൻ്റെ ആക്ടിവേറ്റിംഗ് ഇവൻ്റ് എന്ന് പറയുന്നത്. അത് കാരണം ഉണ്ടാകുന്ന ഒരു ബിലീഫ് ഉണ്ടാകും. അതാണ് ബിലീഫ്. ബിലീഫ് എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിയിൽ ചിന്തിക്കാം. ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ. സോ മേ ബി എൻ്റെ ബിലീഫ് എന്ന് പറയുന്നത് ഐ സ്കോർഡ് ലോ ഓൺ മാത്സ് ബിക്കോസ് ഐ എം സ്റ്റുപ്പിഡ്, or I must score good marks, or I should score good marks, then only I am good, otherwise I am a bad person എന്ന് പറയുന്ന ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ബിലീഫാണ് ബിയിൽ വരുന്നത്. അത് കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ് ദാറ്റ് ഐ എം ഫീലിംഗ് ഡിപ്രസ്ഡ് എന്ന് പറയുന്നത്. സോ സി ഈസ് ദ കോൺസിക്വൻസ്. സോ നമുക്ക് ആ ഒരു ബിലീഫിനെ, ആ ഒരു ബി എന്ന് പറയുന്ന ആ ഒരു ബിലീഫിനെ നമുക്ക് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുക. ആ ഒരു ബിലീഫ് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നുള്ളത് നോക്കുക. ഇറാഷണൽ ആണെങ്കിൽ അതിനെ റാഷണലിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു തെറപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ രണ്ടാമത്തെ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു തിയറി വെച്ചിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. സോ നമ്മൾ സൈക്കോ തെറപ്പിയിൽ ആദ്യം ഗോൾസിനെ പറ്റി സംസാരിച്ചു. അതിനുശേഷം സെഷനിൽ അസസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് കോഗ്നിഷൻ ആൻഡ് ഇമോഷൻ, രണ്ടാമത് ABC തിയറി വെച്ചിട്ട് ഒരു പേഴ്സണെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടെ തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇവിടെ തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം, അതാണ് അടുത്ത പറയാൻ പോകുന്നത്. ആക്ച്വലി എല്ലാ തെറപ്പിയിലുള്ളതുപോലെയും തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ REBT ആസ് വെൽ. പക്ഷേ ഇവിടെ അക്കോർഡിംഗ് ടു എല്ലിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക ഒരു പേഴ്സൻ്റെ ഒരു തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു റാപ്പോ ഫോം ചെയ്യാം എങ്ങനെയാണ്, അവരുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക. അപ്പോൾ അവർ വരുന്നത് ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം കൊണ്ടായിരിക്കാം. ആ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തെ അപ്പോൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു ചിന്തയുണ്ടാവും, ഓക്കെ ഇവർക്ക് എന്നെക്കാട്ടിലും എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു ഇത് അവർക്കുണ്ടാവുകയും അതിൽ നിന്ന് ഒരു റാപ്പോ, അതിൽ നിന്നൊരു വിശ്വാസം ഉണ്ടാവുകയും അതിൽ നിന്നൊരു റാപ്പോ ഫോം ചെയ്യുകയും ചെയ്യും. അതാണ് ഏറ്റവും എളുപ്പമായിട്ട് ഒരു തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് LS. ഓക്കെ. സോ അതിനെ നമുക്കൊരു ടൈപ്പ് ഓഫ് അഡ്വാൻസ് എംപതി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. ഓക്കെ. സോ അതാണ് തെറപ്യൂട്ടിക് ഗോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ABC മോഡലുണ്ട്. ഈ ABC മോഡലാണ് ഒരാളുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യും ഒരു സിറ്റുവേഷനിൽ, അതെല്ലാം നിശ്ചയിക്കുന്ന ഈ ഒരു ABC മോഡലാണ്. പക്ഷേ തെറപ്പിയിലോട്ട് വരുമ്പോൾ ഈ ABCയുടെ കൂടെ 2 ലെറ്റർ കൂടി വരും. ABCDE അങ്ങനെ 5 ടോട്ടൽ 5 തിങ്സ് അവിടെ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ABC നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, ആക്ടിവേറ്റിംഗ് ഇവൻറ്റ്. ഈ ആക്ടിവേറ്റിംഗ് ഇവൻറ്റിൽ നോക്കുമ്പോൾ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, എന്ത് സംഭവിച്ചു. രണ്ടാമത്, പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് എന്താണ് പെർസീവ് ചെയ്തത്, ആ സംഭവിച്ച കാര്യത്തിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലയൻറ്റ് പെർസീവ് ചെയ്ത രീതി എന്താണ്. ഫോർ എക്സാമ്പിൾ, ക്ലയൻറ്റ് പറയാണ് എൻ്റെ മാത്സിൻ്റെ മാർക്ക് വളരെ മോശമാണ്, ഞാൻ നല്ലോണം മോശമായിട്ടാണ് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള മാത്സിൻ്റെ മാർക്ക് കിട്ടി, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയാണ്. സോ അതിൽ എന്താണ് നമ്മൾ ഇപ്പം അതിൽ നിന്ന് കിട്ടിയ ഒരു ആക്ടിവേറ്റിംഗ് ഇവൻറ്റ് എന്താണ്, ക്ലയൻറ്റ് പെർസീവ് ചെയ്ത കാര്യമാണ്. അതിൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, ഓക്കെ എത്ര മാർക്കാണ് മാത്സിന് കിട്ടിയത്. അപ്പോൾ അവർ പറയുകയാണ് എനിക്ക് ഒരു 85-100 കിട്ടി. സോ 85-100 സ്കോർ ചെയ്യുന്നത് മോശമാണോ? അല്ല, അതൊരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു സ്കോറാണ് അല്ലേ. പക്ഷെ ക്ലയൻറ്റ് പെർസീവ് ചെയ്യുന്നത് അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. സോ ഈ 2 കാര്യങ്ങളും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുക. ഓക്കെ, അതാണ് ആക്ടിവേറ്റിംഗ് ഇവൻറ്റിൽ നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തേത് ബിലീഫിൽ 2 ബിലീഫ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റാഷണൽ ബിലീഫ്സും ഉണ്ട്, ഇറാഷണൽ ബിലീഫ്സും ഉണ്ട്. എന്താണ് ഈ റാഷണൽ ആൻഡ് ഇറാഷണൽ ബിലീഫ്സ്? റാഷണൽ ബിലീഫ്സ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബിലീവ്സ് ആണ്. അപ്പം ഈ ഒരു ബിലീഫ് കാരണം നമുക്ക് ഹെൽത്തി ഇമോഷൻസും ഹെൽത്തി ബിഹേവിയേഴ്സുമാണ് കോൺസിക്വൻസ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതൊരു റാഷണൽ ബിലീഫാണ്. അതേസമയം ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു ബിലീഫായിരിക്കും, അബ്സല്യൂട്ടിസ്റ്റിക് ആയിരിക്കും. എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റത്തേയില്ല എന്ന്, എന്താ പറയുക, ഒരു കാര്യം കുക്ക് ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മാഗി ഉണ്ടാക്കുക എന്ന് പറയും.
എനിക്ക് മാഗി ഉണ്ടാക്കാൻ അറിയത്തില്ല, എന്നെ കൊണ്ട് അത് പറ്റത്തേയില്ല എന്ന് പറയുന്നതിനാണ് ആബ്സല്യൂട്ടിസ്റ്റിക് ചിന്ത എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല എന്നങ്ങ് ഫുള്ളി പറയണം. സോ അങ്ങനെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് ആബ്സല്യൂട്ടിസ്റ്റിക് ആയിട്ട് സംസാരിക്കുക, പിന്നെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് അതിൽ നിന്ന് ഉണ്ടാവുക, ആ ഒരു ബിലീഫ് കാരണം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുക, നമ്മുടെ ഗോൾ അറ്റൈൻമെൻറ്റിന് സാധിക്കാതിരിക്കുക ആ ഒരു ബിലീഫ് കാരണം. അങ്ങനത്തെ ബിലീഫ്സിനാണ് നമ്മൾ ഇറാഷണൽ ബിലീഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റാഷണൽ ആൻഡ് ഇറാഷണൽ ബിലീഫ്സ്. ഇനി കോൺസിക്വൻസസ് എന്ന് പറയുന്ന മൂന്നാമത് കോൺസിക്വൻസസ്. കോൺസിക്വൻസസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പലപ്പോഴും കോൺസിക്വൻസും ബിലീഫും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ് കോൺസിക്വൻസസ്, എന്താണ് ബിലീഫ് എന്ന് പെട്ടെന്ന് നമുക്ക് അവർ പറയുമ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫീലിങ്സ് ഒരിക്കലും നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഡിസ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ബേസിക്കലി ചലഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കോൺസിക്വൻസസ് ചലഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് കോൺസിക്വൻസസിൽ മിക്കവാറും ഒരു ഫീലിംഗ് ആയിരിക്കും വരുന്നത്. ഐ ഫീൽ ഡിപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു കോൺസിക്വൻസസ് ആണ്. അത് ഒരാളുടെ എക്സ്പീരിയൻസ് ആണ്, അതിന് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പം നമുക്കങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പോലും അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് ബിലീഫിനെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് ശ്രദ്ധിക്കാം. ഇനി വരുന്നത് ഡി. അപ്പം ABC നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് കൂടാതെ വരുന്നതാണ് D and E. ഡി എന്ന് പറയുന്നതാണ് ഡിസ്പ്യൂട്ട്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഡിസ്പ്യൂട്ടിങ് എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു തോട്ടിനെ അല്ലെങ്കിൽ ആ ഒരു ബിലീഫിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 3 രീതിയിലാണ് ഡിസ്പ്യൂട്ട് ചെയ്യുക ഒരു തോട്ടിനെ അല്ലെങ്കിൽ ഒരു ബിലീഫിനെ. 3 രീതിയിലാണ് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്. 3 സ്റ്റെപ്പ് ഉണ്ട് അതിന്. ഫസ്റ്റ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുക, എന്താണ് ആ ഒരു ബിലീഫ്, ആ ഒരു ഇറാഷണൽ ബിലീഫ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, ഡിറ്റക്റ്റ് ചെയ്യുക. അതിനുശേഷം അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. റാഷണൽ ബിലീഫിൽ നിന്ന് ഇറാഷണൽ ബിലീഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ഡിബേറ്റ് ചെയ്യുക. ഈ ഒരു ഇറാഷണൽ ബിലീഫിനെ ഡിബേറ്റ് ചെയ്യുക. സോ ആദ്യം 3 D ആണുള്ളത്. ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഡിക്ക് അകത്ത് പിന്നെ 3 D വരുന്നുണ്ട്: ഡിറ്റക്റ്റ്, ഡിസ്ക്രിമിനേറ്റ് ആൻഡ് ഡിബേറ്റ്. ഓക്കെ, ഇനി ഈ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും ഉള്ള എല്ലാ ഇറാഷണൽ ബിലീഫ്സിലും ഒരുപാട് മസ്റ്റുകളും ഷുഡുകളും ഓട്ടുകളും ഒക്കെ ഉണ്ടാകും. സോ അങ്ങനത്തെ സെൻറ്റൻസ് ഒക്കെ ആയിരിക്കും മിക്കവാറും ഇറാഷണൽ ബിലീഫ്സ് ആയിട്ട് പോകുന്നത്. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്താണ് ഡിബേറ്റ് ചെയ്യുക. അതിൽ ഉള്ള സ്ട്രാറ്റജീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ലെക്ചർ കൊടുക്കാം, മിനി ലെക്ചറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇതാണ് നിങ്ങളുടെ ഇറാഷണൽ ബിലീഫ്, ഇത് കാരണമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു ചെറിയ ലെക്ചർ കൊടുക്കാം. പിന്നെ സോക്രട്ടീവ് സ്റ്റൈലിൽ അല്ലെങ്കിൽ സോക്രട്ടീവ് ഡിബേറ്റ്, നമ്മൾ അവർ ഒരു കാര്യം പറയുമ്പോൾ അതിലെ ഇൻകൺസിസ്റ്റൻസീസ് അവരെ തന്നെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുക. അതാണ് സോക്രട്ടീവ് സ്റ്റൈൽ ഡിബേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഹ്യൂമറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളിയാക്കുന്ന പോലെ, കളിയാക്കലല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഹ്യൂമർ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു തോട്ടിനെ നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഒരു ലൈഫിൽ ഒരു കാര്യം എടുത്തിട്ട് എനിക്കും ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇതിനെ ചെയ്തത്, അതിനെ ABC മോഡലായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും അതിന്. സോ അങ്ങനെയാണ് 3 D വരുന്നത്. സോ ABCD വരെ കഴിഞ്ഞു. ലാസ്റ്റ് ആണ് E ഈസ് ഫോർ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഫിലോസഫിയിലേക്ക് ഡെവലപ്പ് ചെയ്യുക. ആഫ്റ്റർ ഈ ഒരു ഡിസ്പ്യൂട്ട് കഴിയുമ്പോൾ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിന് ഒരു ഒരു പുതിയൊരു ഫിലോസഫി അവരിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് ഈ രീതിയിലൊക്കെ എടുക്കാം. അങ്ങനെ ഒരു പുതിയൊരു തോട്ട് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ബിലീഫ് പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇഫക്റ്റീവിൽ വരുന്നത്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള REBTയുടെ മോഡൽ എന്ന് പറയുന്നത്, ABCDE മോഡൽ. ഓക്കെ, ആക്ടിവേറ്റിംഗ് ഇവൻറ്റ്, ബിലീഫ്, കോൺസിക്വൻസസ്, ഡിസ്പ്യൂട്ട് ആൻഡ് ഇഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ
ഇത്രയും നേരം അതിൻ്റെ മോഡൽസിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ഗോൾസിനെ പറ്റി സംസാരിച്ചു, അസസ് ചെയ്യുന്ന രീതി സംസാരിച്ചു, തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ചു, അതിൻ്റെ മോഡലിനെ പറ്റി, മെയിൻ ആയിട്ടുള്ള മോഡലിനെ പറ്റി സംസാരിച്ചു. ഇനി നമ്മൾ ടെക്നിക്സിലോട്ട് പോവാണ്. ടെക്നിക്സ് എന്ന് പറയുന്നത് 3 രീതിയിൽ, കോഗ്നിറ്റീവ് ടെക്നിക്സ് ഉണ്ട്, ഇമോട്ടീവ് ടെക്നിക്സ് ഉണ്ട്, ആൻഡ് ബിഹേവിയറൽ ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ ഈ 3 ടെക്നിക്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഈ 3 ടെക്നിക്സ് എങ്ങനെയാണ് എന്താ പറയുക REBT യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എപ്പോൾ വേണോ യൂസ് ചെയ്യാം. ഇത് ടെക്നിക്സ് എങ്ങനെ ഓരോന്നായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരാളുടെ ഒരു എന്താ പറയുക ക്ലയൻറ്റിന് വേണമെന്ന അനുസരിച്ച് നമ്മളിതിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കോഗ്നിറ്റീവ് ടെക്നിക്സ് ഞാൻ ജസ്റ്റ് നെയിംസ് പറഞ്ഞു പോവുകയുള്ളൂ, ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒരുപാട്. അത് നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ കോഗ്നിറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്ന കൂടുതലും സോക്രറ്റിക് ക്വസ്റ്റ്യനിങ് ആണ്. സോക്രറ്റിക് ക്വസ്റ്റ്യനിങ് ഞാൻ പറഞ്ഞു, അവരുടെ സെൻറ്റൻസിലെ ഇൻകൺസിസ്റ്റൻസീസ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അവരുടെ സെൻറ്റൻസിലെ കൺസിസ്റ്റൻസീസ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കോപ്പിംഗ് സെൽഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐ എം ഓക്കെ, ഐ ക്യാൻ ഡു ദിസ്, ഈവൻ ഇഫ് ഐ കാൺ ഡു ദിസ്, ഇറ്റ്സ് ഓക്കെ. ആ രീതിയിലുള്ള കോപ്പിംഗ് സെൽഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറയുക. ആൻഡ് CB അനാലിസിസ് അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഡൂയിങ് ഇറ്റ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് നോട്ട് ഡൂയിങ് എ സർട്ടൻ. ഇത് കൂടുതലും അഡിക്റ്റീവ് ബിഹേവിയേഴ്സിലൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സൈക്കോ എഡ്യൂക്കേഷണൽ മെത്തേഡ്, സൈക്കോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ടീച്ചിങ് അതേഴ്സ്. ആ ക്ലയൻറ്റിനോട് തന്നെ ബാക്കിയുള്ളവരെ ഇതേ കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ടീച്ച് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യാം. ആൻഡ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്, ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള രീതി പറഞ്ഞു കൊടുക്കാം. സോ അതൊക്കെയാണ് കോഗ്നിറ്റീവ് ടെക്നിക്സ് നമുക്ക് ഈ ഒരു തെറപ്പിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഇമോട്ടീവ് ടെക്നിക്സ് ആണ്. ഇമോട്ടീവ് ടെക്നിക്സിൽ ഇമേജറിയിൽ നമുക്ക് മൈൻഡിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അങ്ങനെ ഒരു ഇമേജറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റോൾ പ്ലേ, ഇപ്പം എന്താ പറയുക, സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ റോൾ പ്ലേ ചെയ്യാം. ഷെയിം അറ്റാക്കിംഗ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതൊക്കെ ചെയ്താൽ ആൾക്കാർ എന്ത് വിചാരിക്കും, എനിക്ക് ഭയങ്കര ഷെയിം ഫീൽ ചെയ്യും എന്നൊക്കെ തോന്നുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ മാക്സിമം സില്ലി ആയിട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഉറക്കെ ക്ലാസ്സിൽ സംസാരിക്കുക, അല്ലെങ്കിൽ വളരെ ഫണ്ണി ആയിട്ട് പെരുമാറുക. സോ ദാറ്റ് നമുക്ക് ആ ഒരു എംബാരസ്മെൻറ്റ് ഫീൽ ഉണ്ടല്ലോ, അത് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സില്ലി ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഷെയിം അറ്റാക്കിംഗ് എക്സസൈസസ് കഴിഞ്ഞിട്ട് നമുക്ക് ഫോഴ്സ്ഫുൾ സെൽഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഫോഴ്സ്ഫുൾ സെൽഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫോഴ്സ്ഫുൾ സെൽഫ് ഡയലോഗ്സ്. അപ്പം നമ്മൾ സ്വയം തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ്, ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഡു ദിസ് എന്നുള്ള രീതിയിൽ. അതുപോലെ ഡയലോഗ്സ് തന്നെ, ഇപ്പം ഈവൻ ഇഫ് ആ ഒരു പ്രോബ്ലം നമുക്ക് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ മോശമായിട്ട് കണ്ടു എന്ന് വിചാരിച്ചാൽ, ഈവൻ ഇഫ് ദാറ്റ് ഹാപ്പൻസ്, നത്തിങ്സ് ഗോണ ഹാപ്പൻ ടു മീ എന്നുള്ള രീതിയിൽ അതിനെ സ്വയം സംസാരിച്ച് മാറ്റുക എന്നുള്ളതാണ് ഫോഴ്സ്ഫുൾ സെൽഫ് ഡയലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ടെക്നിക്സ്. ഇനി വരുന്നത് ബിഹേവിയറൽ ടെക്നിക്സിൽ മെയിൻലി ഹോംവർക്ക് കൊടുക്കുക, ആക്ടിവിറ്റീസ് ഹോംവർക്കായിട്ട് കൊടുക്കുക. പിന്നെ റെയിൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പെനാൽറ്റീസ്, നമ്മൾ നമുക്കൊരു ടാർഗറ്റ് ബിഹേവിയർ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ ഒരു ബിഹേവിയർ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു റെയിൻഫോഴ്സ്മെൻറ്റ്, ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കാണാൻ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ സ്വയം സമ്മതിക്കുക. അതുപോലെ പെനാൽറ്റീസ് കൊടുക്കുക. പെനാൽറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അതിനൊരു പണിഷ്മെൻറ്റ് പോലെ ചെറിയൊരു രീതിയിൽ ഒരു പെനൽറ്റി നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്നത് സ്കിൽ ട്രെയിനിങ്, അസേർട്ടീവ് സ്കിൽ ട്രെയിനിങ്, സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദ അപ്രോച്ചസ് ഓർ ടെക്നിക്സ് ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ് ഇൻ REBT. ഓക്കെ, ഇനി വരുന്നത് ഇൻസൈറ്റ് ആണ്. അപ്പം ഒരു REBTയിൽ എന്താണ് ഇൻസൈറ്റ്, അല്ലെങ്കിൽ എന്ത് അച്ചീവ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഇൻസൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇൻസൈറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്? 3 ലെവൽ ഓഫ് ഇൻസൈറ്റ് ആണ് REBTയിൽ അക്കോർഡിംഗ് ടു എല്ലിസ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അക്നോളജ് that disturbance comes not only from past but also from the irrational beliefs that individuals bring to the activity. അപ്പം പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നമുക്ക് ഡിസ്റ്റർബൻസ് വരുന്നത്, നമ്മുടെ ഇറാഷണൽ ബിലീഫ്സ് കാരണവും നമുക്ക് ഡിസ്റ്റർബൻസ് വരും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻസൈറ്റ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻസൈറ്റ് ആയി കഴിഞ്ഞു. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കണ്ടിന്യൂവലി റീഇൻഡോക്ട്രിനേറ്റ് ദംസെൽസ് വിത്ത് ദ സെയിം കൈൻഡ് ഓഫ് ഇറാഷണൽ ബിലീഫ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ പാസ്റ്റ്.
ഈവൻ ഇഫ് ഒരു ഇവൻറ്റ് സംഭവിച്ചു, അതിൽ നിന്ന് നമുക്കൊരു ബിലീഫ് ഉണ്ടായെന്ന് വിചാരിക്കാം. ആ ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞാലും ഈ ഒരു ബിലീഫ് അവിടെ തന്നെ കാണും എന്നുള്ളതാണ് സെക്കൻഡ് ലെവൽ ഓഫ് ഇൻസൈറ്റ്. ഓക്കെ, ഈവൻ ഇഫ് ആ ഒരു ഇവൻറ്റ് ഇപ്പോഴും നടക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു ബിലീഫ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. തേർഡ് ലെവൽ ഓഫ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഫസ്റ്റ് 2 ലെവൽസ് വിത്ത് റിയലൈസിങ് നോളജ് ഓഫ് ദീസ് ഇൻസൈറ്റ് ഡസൻറ്റ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് പീപ്പിൾ. അപ്പം തേർഡ് ലെവൽ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ലെവൽ ഓഫ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. എന്താണത്? അക്സെപ്റ്റിംഗ്. ഈ 2 ലെവൽസ് ഓഫ് ഇൻസൈറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുക, അതേസമയം മനസ്സിലാക്കുക ഇത് രണ്ടും ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഇത് അറിഞ്ഞുകൊണ്ട് മാത്രം എൻ്റെ എല്ലാ പ്രോബ്ലവും മാറുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക. സോ ഇതാണ് 3 ലെവൽസ് ഓഫ് ഇൻസൈറ്റ് ഇൻ REBT. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് ദാറ്റ് വി ഷുഡ് ഹാവ് ഇൻ മൈൻഡ് വൈൽ നോയിങ് REBT അല്ലെങ്കിൽ വൈൽ ഡൂയിങ് REBT. ഓക്കെ, അപ്പം നമ്മൾ തെറപ്പിയിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്? നമ്മൾ ഗോൾസ് സംസാരിച്ചു, നമ്മൾ അസസ് ചെയ്യുന്ന രീതി സംസാരിച്ചു, നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് സംസാരിച്ചു, മെയിനായിട്ടുള്ള ABCDE മോഡൽ സംസാരിച്ചു, മെയിൻ ടെക്നിക്സ് കോഗ്നിറ്റീവ്, ഇമോട്ടീവ് ആൻഡ് ബിഹേവിയറൽ ടെക്നിക്സ് എന്താണെന്നുള്ളത് സംസാരിച്ചു, ആൻഡ് നമ്മുടെ ഇൻസൈറ്റ് ലെവൽസ് ഓഫ് REBT സംസാരിച്ചു. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് ഓഫ് REBT. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഔട്ട്. താങ്ക് യു.